ഇപ്പോൾ ചൂടോടെ നമുക്ക് ഓർമ്മയുണ്ട്, ചെയ്യണമെന്ന് നമുക്കറിയാം. പക്ഷെ നമ്മളത് ചെയ്യാൻ വിട്ടുപോയി. എന്താ കുഴപ്പം? വിൽക്കാൻ ഒരുങ്ങുമ്പോഴാണ് വാഹനത്തിന് മുകളിൽ ഫിനാൻസ് സ്ഥാപനത്തിന്റെ പേര് കിടക്കുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. കാർ ഇൻഫോ ചാനലിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കാണം വിറ്റും ഓണം ഉണ്ണണം, ഇത് പഴഞ്ചൊല്ലാണ്. ലോൺ എടുത്തും വണ്ടി വാങ്ങണം, ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് ഒരു പുതിയ വാഹനം വാങ്ങണമെന്നുള്ളത്. ഇത് സാക്ഷാത്കരിക്കാനായിട്ട് ഒരുപാട് ഫിനാൻസ് സ്ഥാപനങ്ങൾ നമുക്ക് ലോൺ കൈ നീട്ടി തരുന്നുണ്ട്. ലോൺ തരുന്നതിലുള്ള സ്നേഹം പിന്നീട് എല്ലാ മാസവും EMI പിരിക്കുന്നതിലും അവർ കാണിക്കാറുണ്ട്. പക്ഷേ നമ്മളിതൊക്കെ കൃത്യമായി അടച്ചു പോകും. ഒരു പക്ഷേ അടച്ചില്ലെങ്കിൽ എന്തുണ്ടാവും? ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. കൃത്യമായി അടച്ചതിന് ശേഷം നമ്മൾ ചെയ്യുന്ന ചില മണ്ടത്തരങ്ങളാണ് എന്ന് പറയുന്നത്. പലർക്കും അറിഞ്ഞുകൂടാത്ത ഒരു കാര്യം കൂടിയാണ്. നമ്മൾ ലോൺ എടുത്ത് ഒരു വണ്ടി വാങ്ങുന്ന സമയത്ത് RC ബുക്ക് കിട്ടുമ്പോൾ, ഇപ്പോൾ കിട്ടുന്നില്ല മറ്റൊരു കാര്യം, കിട്ടാത്തവർക്ക് പുതിയ ഡിജിറ്റൽ RC എംപരിവാഹൻ ആപ്പിൽ വരുന്നുണ്ട്. അതിലായിക്കോട്ടെ അല്ലെങ്കിൽ RC ബുക്കിലായിക്കോട്ടെ, നമുക്ക് ഫിനാൻസ് എന്ന സ്ഥാപനത്തിന്റെ പേര്, ഫിനാൻസ്ഡ് ബൈ അല്ലെങ്കിൽ ഹൈപ്പോത്തിക്കേറ്റഡ് എന്നൊക്കെ പറഞ്ഞ് ആ സ്ഥാപനത്തിന്റെ പേരും കൂടെ നമ്മുടെ RC ബുക്കിൽ രേഖപ്പെടുത്താറുണ്ട്. ഇത് ക്ലിയർ ചെയ്യാതെയാണ് നമുക്ക് വാഹനം കൈമാറ്റം ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യമാണ്. പലർക്കും ഇത് അറിയുകയുമില്ല. അതാണ് മറ്റൊരു വസ്തുത. വണ്ടി വിൽക്കുന്ന സമയത്താണ് ഇതിനെപ്പറ്റിയൊക്കെ ആലോചിക്കുകയുള്ളൂ. എന്തോ ആവട്ടെ, കൃത്യമായ നമ്മൾ ലോൺ അടച്ചു തീർത്ത് കഴിഞ്ഞാൽ നമ്മുടെ വിചാരം മനസ്സമാധാനമായി, വാഹനം എൻ്റെ പേരിലായി, ലോൺ മുഴുവൻ ഞാൻ അടച്ചു തീർത്തിട്ടുണ്ട്, സന്തോഷിക്കാൻ വരട്ടെ. ഇനി പറയുന്ന കുറച്ച് കാര്യങ്ങൾ എത്ര പേർ കൃത്യമായി ചെയ്തിട്ടുണ്ട് എന്ന് ആലോചിക്കുക. ഏകദേശം 60% പേരെങ്കിലും ലോൺ വെച്ച് തന്നെയാണ് വാഹനം വാങ്ങുന്നത്. കാരണം കേരളത്തിലെ ശരാശരി മലയാളിക്ക് വാഹനം സ്വന്തം പൈസ കൊടുത്ത് വാങ്ങൽ വെറും വിദൂര സ്വപ്നം മാത്രമാണെന്ന് പറയാതെ വയ്യ. അപ്പോൾ ലോണൊക്കെ എടുത്ത് വണ്ടിയൊക്കെ വാങ്ങി കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ലോണൊക്കെ അടച്ച് തീർത്തു. നമ്മൾ ആവശ്യപ്പെട്ടാൽ മാത്രമാണ് ഇത്തരം ഫിനാൻസ് സ്ഥാപനങ്ങൾ, ഏത് ബാങ്ക് ആയിക്കോട്ടെ, ഫിനാൻസ് സ്ഥാപനമായിക്കോട്ടെ, ഏതോ ആയിക്കോട്ടെ, നമ്മൾ ആവശ്യപ്പെട്ടാൽ മാത്രമാണ് ലോൺ അടച്ചു തീർത്തു എന്നുള്ളതിനുള്ളൊരു രേഖ അവർ നമുക്ക് നൽകുകയുള്ളൂ. ഇത് കിട്ടിക്കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിലെങ്കിലും നമ്മളിത് മോട്ടോർ വാഹന വകുപ്പിന് സബ്മിറ്റ് ചെയ്യണം. നമ്മുടെ നിലവിലുള്ള RC, ഇൻഷുറൻസ്, പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ്, ബാങ്ക് അല്ലെങ്കിൽ ഫിനാൻസ് സ്ഥാപനത്തിൽ നിന്നും ലഭിച്ചിട്ടുള്ള NOC സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന രേഖ, ഇത്രയും കാര്യങ്ങൾ അക്ഷയ സെന്റർ വഴി അല്ലെങ്കിൽ വീട്ടിലിരുന്നുകൊണ്ട് നമ്മുടെ മൊബൈൽ, ലാപ്ടോപ്പ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഡ്രൈവിംഗ് സ്കൂളോ മോട്ടോർ വാഹന ഏജന്റ് വഴിയോ നമ്മൾ ഇത് മോട്ടോർ വാഹന വകുപ്പിന്റെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം. ചെറിയ ഒരു പൈസയാണ് ഇത് നമുക്ക് ചെലവ് വരുന്നത്. രേഖകളെല്ലാം കൃത്യമായി നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ താമസമില്ലാതെ കൊണ്ട് മോട്ടോർ വാഹന വകുപ്പ് നമ്മുടെ RCയിൽ നിന്നും ഫിനാൻസ് സ്ഥാപനത്തിന്റെ പേര് നീക്കം ചെയ്യും. സൈഡിലെ ചിത്രത്തിൽ കാണുന്ന പോലെ ഫിനാൻസ്ഡ് ബൈ NA എന്ന് രേഖപ്പെടുത്തിയ പുതിയ അപ്ഡേറ്റ് നമ്മുടെ എംപരിവാഹൻ ആപ്പിലും RC പ്രിന്റ് ചെയ്ത് ലഭിക്കുമ്പോൾ അതിലും നമുക്ക് ലഭിക്കും. ഇത് ചെയ്യുന്നതിന് മുന്നേ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. AI ക്യാമറകളൊക്കെ സജീവമായിട്ടുണ്ട് വീണ്ടും. അതിൽ വഴി നമുക്ക് വന്നിട്ടുള്ള പിഴ, ഫൈൻ ഉണ്ടെങ്കിൽ അതും അടച്ചു തീർത്താൽ മാത്രമേ മോട്ടോർ വാഹന വകുപ്പിന്റെ ഇത്തരത്തിലുള്ള സേവനങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിരിക്കുക. ഇനി ഇതിപ്പോൾ ചെയ്തില്ലെങ്കിൽ എന്താ പ്രശ്നം? പിന്നെ ചെയ്യാലോ, തിരക്കിലാണ്, ശരി, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ചൂടോടെ നമുക്ക് ഓർമ്മയുണ്ട്, ചെയ്യണമെന്ന് നമുക്കറിയാം. പക്ഷെ നമ്മളത് ചെയ്യാൻ വിട്ടുപോയി. എന്താ കുഴപ്പം? മറ്റൊന്നുമല്ല, പിന്നീട് നമ്മളൊരു 4-5 വർഷത്തിന് ശേഷം വാഹനം വിൽക്കാൻ ഒരുങ്ങുമ്പോഴാണ് വാഹനത്തിന് മുകളിൽ ഫിനാൻസ് സ്ഥാപനത്തിന്റെ പേര് കിടക്കുന്നുണ്ട്, ബാധ്യത അടച്ചു തീർത്ത സർട്ടിഫിക്കറ്റ് നമ്മൾ ഹാജരാക്കണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് വണ്ടി കൈമാറാൻ സാധിക്കൂ എന്ന അവസ്ഥ വരും. ആ അവസ്ഥ വരുമ്പോൾ നമ്മൾ ആ ഫിനാൻസ് സ്ഥാപനത്തിന്റെ ഓഫീസ് അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഒരുപക്ഷെ ആ ബ്രാഞ്ച് അവിടെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആ സ്ഥാപനം തന്നെ പൂട്ടിയിരിക്കാം. ഒരിക്കലും മോശമായി പറയുകയില്ല. നമുക്കറിയാം, മുൻനിര ബാങ്കുകൾ വരെ ലയിക്കുന്ന കാലഘട്ടമാണ്. ലയിച്ചു കഴിഞ്ഞാൽ പുതിയ ബ്രാഞ്ച് അല്ലെങ്കിൽ പുതിയ ബാങ്കിലേക്കാവും നമ്മൾ ചെല്ലുന്നത്. അവർ അന്തസ്സായി പറയും, അത് ആ ബ്രാഞ്ചിലാണ്, ഞങ്ങൾക്ക് അറിയില്ല, ഫയൽ തരാനൊക്കെ കുറേ സമയമെടുക്കും, ഇത് ഇപ്പം നടക്കില്ല, നമ്മൾ അത്യാവശ്യത്തിനാണ് വണ്ടി വിൽക്കാൻ നിൽക്കുന്നത്. ആ സമയത്ത് ഈ ഒരു രേഖയ്ക്ക് വേണ്ടി നമ്മൾ നടന്ന് ചെരുപ്പ് തേയും, ഒരു സംശയവുമില്ല. ഇത് കിട്ടാതെ കണ്ട് നമുക്കാണെങ്കിൽ വാഹനം കൈമാറ്റം ചെയ്യാനും സാധിക്കില്ല. ഇതൊരു വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിങ്ങൾ ലോൺ എടുത്ത് വാഹനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലോൺ അടച്ചു തീർത്ത ഉടനെ തന്നെ ആ സ്ഥാപനത്തിൽ നിന്നും NOC കരസ്ഥമാക്കുക. ഈ NOC കിട്ടിയാൽ ഉടൻ തന്നെ അക്ഷയ സെന്റർ വഴിയോ ഏതെങ്കിലും ഡിജിറ്റൽ മാർഗം ഉപയോഗിച്ചുകൊണ്ട് മോട്ടോർ വാഹന വകുപ്പിൽ ഈ വിവരങ്ങൾ അപ്ലോഡ് ചെയ്ത് RC ബുക്കിൽ ഫിനാൻസ് സ്ഥാപനത്തിന്റെ പേര് ഒഴിവാക്കി എടുത്തു എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഇല്ലെങ്കിൽ നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി.